നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 2-ലെ ചാപ്റ്റർ 6 ആയിട്ടുള്ള എക്സെപ്റ്റ് ഫ്രം ടോട്ടൽ എക്ലിപ്സ് ആണ്. സോ ഇത് എഴുതിയിരിക്കുന്നത് ആനി ഡില്ലാർഡാണ്. ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് ആനി പറയുന്നത് നമ്മളുടെ സൂര്യഗ്രഹണത്തിനെ പറ്റിയിട്ടാണ്, അഥവാ സോളാർ എക്ലിപ്സ്. സോ ഇത് വാഷിങ്ടണിൽ ആനി ഡില്ലാർഡ് വിറ്റ്നസ് ചെയ്തൊരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. സോ ഇത് കണ്ടപ്പം ആനിക്ക് അത്രയും നേരം പ്രകാശിച്ച് നിൽക്കുന്ന ഒരു വേൾഡ് പെട്ടെന്ന് ഇരുണ്ടതും ഒരു കൈൻഡ് ഓഫ് ഫിയറും അവളുടെ ഉള്ളിൽ വരികയാണ് ഈ ഒരു സൂര്യഗ്രഹണം കാണുന്നത്. അപ്പോൾ ഈ ഒരു സൂര്യഗ്രഹണം നടക്കുന്ന ടൈമിൽ നമ്മളുടെ ചുറ്റും അല്ലെങ്കിൽ നമ്മളുടെ വേൾഡിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് മെയിനായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. In Total Eclipse, Annie Dillard describes her experience of watching a total solar eclipse in Washington state. So, ഇതിൽ ടോട്ടൽ എക്ലിപ്സിൽ ആനി ഡില്ലാർഡ് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാഷിങ്ടൺ സ്റ്റേറ്റിൽ അവൾ ഈ ഒരു സോളാർ എക്ലിപ്സ് വാച്ച് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. അറ്റ് ഫസ്റ്റ് എവറിത്തിങ് അപ്പിയേഴ്സ് നോർമൽ, ബട്ട് ആസ് ദ എക്ലിപ്സ് സ്ലോലി ബിഗിൻസ്. സോ ഈ ഒരു എക്ലിപ്സ് വന്ന ടൈമിൽ അല്ലെങ്കിൽ വരുന്നതിൻ്റെ മുന്നേ എവറിത്തിങ് നോർമലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് ആസ് ദ എക്ലിപ്സ് സ്ലോലി ബിഗിൻസ്, ഈ എക്ലിപ്സ് വരാൻ തുടങ്ങിയതിൻ്റെ ശേഷം ഇവിടെ അവരുടെ സറൗണ്ടിങ്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് ഇവിടെ പറയുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഡേ ലൈറ്റ് ഫെയ്ഡായി പോകുന്നുണ്ട്. ആൻഡ് ദ സറൗണ്ടിങ്സ് ബിക്കം ഡാർക്ക്, കോൾഡ് ആൻഡ് സ്ട്രേഞ്ച്. സോ നമ്മൾ അത്രയും നേരം കണ്ട ഒരു സറൗണ്ടിങ് അല്ലാണ്ട് എൻറ്റയർലി ഡിഫറെൻറ്റ് വേർഷൻ ഓഫ് സറൗണ്ടിങ് ആണ് ഈ ഒരു ടോട്ടൽ എക്ലിപ്സ് നടക്കുന്ന ടൈമിൽ ഉണ്ടാവുന്നത്. ആൻഡ് നേച്ചർ ചേഞ്ചസ് കംപ്ലീറ്റ്ലി, ക്രിയേറ്റിംഗ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് ഫിയർ ആൻഡ് മിസ്റ്ററി. സോ നമുക്ക് അത്രയും നേരം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു സറൗണ്ടിങ് നേച്ചർ എല്ലാ ടോട്ടൽ എക്ലിപ്സ് വന്നതിന് ശേഷം നമ്മൾ കാണുന്നത്. അവിടെ ഫുള്ളായിട്ടൊരു ടോട്ടൽ ചേഞ്ചാണ് സംഭവിക്കുന്നത്. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫിയറും ഒരു മിസ്റ്ററി ഉള്ളൊരു നേച്ചറായിട്ടാണ് നമുക്ക് അന്നേരം ഫീൽ ആവുക. ആൻഡ് വെൻ ദ മൂൺ ഫുള്ളി കവേഴ്സ് ദി സൺ. സോ ഇതിൽ ഈ ഒരു ടോട്ടൽ എക്ലിപ്സ് നടക്കുന്ന ടൈമിൽ സണ്ണ് മൂണിനെ ഫുള്ളായിട്ട് കവർ ചെയ്യുക. ആൻഡ് ദ വേൾഡ് ലുക്ക് അൺറിയൽ ആൻഡ് ലൈഫ്ലെസ്. സോ അത്രയും നേരം ഒരു ലൈഫ് ഉണ്ടായിരുന്നൊരു വേൾഡ്, അല്ലെങ്കിൽ ഭയങ്കര സറൗണ്ടിങ്സ് കാമായി ഉണ്ടായിരുന്ന അത്രയും നേരത്തെ ഒരു വേൾഡ് അല്ല ഇതിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത്. ദ വേൾഡ് ലുക്സ് അൺറിയൽ ആൻഡ് ലൈഫ്ലെസ് ആൻഡ് പീപ്പിൾ സ്റ്റാൻഡ് സൈലൻറ്റ് ആൻഡ് ഷോക്ക് ആൻഡ് വണ്ടർ. സോ അത്രയും നേരം ഉണ്ടായിരുന്ന ഒരു ചേഞ്ച് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനൊരു ഒരു കൈൻഡ് ഓഫ് എന്തോ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഫീൽ ആവുകയാണ്. കാരണം അത്രയും നേരം കാമായി കണ്ടിട്ടുണ്ടായിരുന്ന ഒരു നേച്ചർ ആൻഡ് സറൗണ്ടിങ് എൻറ്റയർലി ഡിഫറെൻറ്റും സ്ട്രേഞ്ചും ഒരു ഫിയർഫുൾ ഷോക്ക് അവരുടെ ഉള്ളിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ദ എസ്സേ ഷോസ് ദ പവർഫുൾ എഫക്റ്റ് ഓഫ് ഹ്യൂമൻ നേച്ചർ ഓൺ ഹ്യൂമൻ ബീങ്സ്. സോ ഈ ഒരു എസ്സേയിൽ മെയിനായിട്ട് പറയുന്നത് നേച്ചർ നമ്മളുടെ ഹ്യൂമൻ ബീങ്സിനെ എന്തോരം എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. അതായത് നമുക്ക് നേച്ചറിലൊരു കാം ആൻഡ് കൂൾ ഫീലിംഗ് തരാൻ കഴിയും. സെയിം ടൈം നമ്മളുടെ ഉള്ളിലൊരു ഷോക്കിംഗ് ആൻഡ് ഫിയർഫുൾ ഫീലും നേച്ചറിന് കൊണ്ടുതരാൻ കഴിയും. സോ നമ്മളുടെ ഒരു മൂഡും നമ്മളുടെ ഒരു ഡേയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നേച്ചർ എങ്ങനെ ആ ദിവസം നിൽക്കുന്നു എന്നതിന് അനുസരിച്ചാണ്. സോ ഒരു നല്ലൊരു ഒരു ഫ്രഷ് ഫീലാണ് നമുക്ക് നേച്ചർ തരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ അന്നത്തെ മൂഡ് ഭയങ്കര നല്ലതായിരിക്കും. ഇനി ഇൻസ്റ്റഡ് ഒരു ഭയങ്കര ഒരുമാതിരി ഈ സോളാർ എക്ലിപ്സ് നടക്കുന്ന ടൈമിലുള്ള പോലത്തെ ഡാർക്ക് ക്ലൗഡ്സൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എൻറ്റയർ മൂഡ് ഡിസ്ട്രോയ് ചെയ്യും. And it also says Dillard explains that the eclipse made her realize how small and helpless humans are before the vast universe. So ഇവിടെ ഒരു നേച്ചറിൻ്റെ മുമ്പിൽ ഹ്യൂമൻ ബീങ്സ് ഒന്നുമല്ല എന്ന് വീണ്ടും ഇവിടെ പ്രൂവ് ചെയ്യാണ്. കാരണം ഇത്രയും ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്തു, ഇത്രയും എൻഹാൻസ്മെൻറ്റ് നമ്മളുടെ സൊസൈറ്റിയിൽ വന്നു, എന്നിട്ടും ഹ്യൂമൻസിൻ്റെ ഓരോ ആക്ഷനും ഈ നേച്ചറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. And she combines scientific observations with deep emotional and philosophical reflection. So ഈ നമ്മളുടെ ടെക്സ്റ്റ് നോക്കിയാൽ മനസ്സിലാവും, പോയിട്ട് ഒരു ഓൾമോസ്റ്റ് എല്ലാ സയൻറ്റിഫിക് ഒബ്സർവേഷനും ഒരു ഡീപ്പ് ഇമോഷണൽ ആൻഡ് ഫിലോസഫിക്കൽ റിഫ്ലക്ഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ആഫ്റ്റർ എ ഫ്യൂ മൊമെൻറ്റ് ഓഫ് ഡാർക്ക്നെസ്സിൻ്റെ ശേഷം വരുന്നത് സൺലൈറ്റ് റിട്ടേൺസ് ആൻഡ് ലൈഫ് സ്ലോലി ബിക്കംസ് നോർമൽ. സോ ഈ ഒരു സോളാർ എക്ലിപ്സ് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ആ ഒരു മൊമെൻറ്റിൽ ഭയങ്കര ഡാർക്ക്നെസ് ആണ് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ശേഷം സൺലൈറ്റ് വരുന്ന ടൈമിൽ ദ ലൈഫ് സ്ലോലി ബിക്കംസ് നോർമൽ
ആസ് അഗെയിൻ. സോ നമ്മളുടെ പണ്ട് എങ്ങനെയാണോ സോളാർ എക്ലിപ്സ് നടക്കുന്നതിന് മുമ്പേ നോർമലായിട്ട് എങ്ങനെയാണോ ലൈഫ് ഉള്ളത്, അതേപോലെ സ്മൂത്തായിട്ട് ഈ സൺലൈറ്റ് വന്നതിന് ശേഷം ലൈഫ് ബിഗിൻ ചെയ്യാൻ തുടങ്ങി. ആൻഡ് ദ എസ്സേ ഹൈലൈറ്റ്സ് ബോത്ത് ദ ബ്യൂട്ടി ആൻഡ് ടെറർ ഓഫ് നാച്ചുറൽ ഫിനോമിന. സോ നമുക്ക് സെയിം ടൈം നേച്ചറിൽ എന്തോരം ഫിനോമിന വന്നിട്ടുണ്ടെങ്കിലും അതിനൊരു ടു സൈഡ് ഉണ്ട്. നമുക്ക് ഒരു സൈഡിൽ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമെങ്കിലും സെയിം ടൈം ആ ഒരു എൻജോയ്മെൻറ്റ് നമുക്ക് നമ്മളുടെ ഉള്ളിലൊരു ഫിയർ ആൻഡ് ഷോക്കിംഗ് എക്സ്പീരിയൻസും സൃഷ്ടിക്കുന്നുണ്ട്. നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ടു ബി റിമെമ്പേർഡ് ആണ്. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിൻറ്റ്സ് ആണ്. ഇത് മെയിനായിട്ട് ഇതിൻ്റെ റൈറ്റർ വന്നിട്ട് ആനി ഡിലാർഡ്, ആൻഡ് ദിസ് ഈസ് എ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് റിഫ്ലക്റ്റീവ് എസ്സേ അബൌട്ട് ടോട്ടൽ സോളാർ എക്ലിപ്സ്. സൂര്യഗ്രഹണത്തിനെ പറ്റിയിട്ടുള്ളൊരു ടോട്ടൽ എക്ലിപ്സിനെ പറ്റിയിട്ടുള്ള ഒരു എസ്സേ ആണ് ഇത്. ആൻഡ് ദ എക്ലിപ്സ് ടേക്ക് പ്ലേസ് ഇൻ വാഷിങ്ടൺ സ്റ്റേറ്റ്. വാഷിങ്ടണിലാണ് ഈ എക്ലിപ്സ് നടന്നിട്ടുള്ള എക്സ്പീരിയൻസ് റൈറ്റർ ഷെയർ ചെയ്യുന്നത്. ഷീ യൂസസ് വിവിഡ് ഇമേജറി ആൻഡ് ഇമോഷണൽ ഡിസ്ക്രിപ്ഷൻ. സോ ഈ ടെക്സ്റ്റ് വായിച്ചാൽ നമുക്ക് അറിയാൻ മതി ഈ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള വിവിഡ് ഇമേജറീസ് റൈറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമോഷണൽ ഡിസ്ക്രിപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ആൻഡ് നേച്ചർ ചേഞ്ചസ് കംപ്ലീറ്റ്ലി ഡ്യൂറിങ് ദ എക്ലിപ്സ്. സോ ഈ ഒരു എക്ലിപ്സ് നടക്കുന്ന ടൈമിൽ നമ്മളുടെ ചുറ്റുമുള്ള നേച്ചർ ഫുള്ളായിട്ട് മാറും. അത് എങ്ങനെയൊക്കെയാണ് മാറുന്നതെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് പീപ്പിൾ ബിക്കം സൈലൻറ്റ്, ഷോക്ക്ഡ് ആൻഡ് ഫിയർഫുൾ. അവരുടെ ഉള്ളിൽ ഇത്രയും ഫീലിങ്സ് ആണ് അന്നേരം വരിക. കമ്പൈൻ സയൻസ്, ഇമോഷൻ ആൻഡ് ഫിലോസഫി, ഈ 3 എലമെൻറ്റ്സും ഇതിൽ കമ്പൈൻ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് ഈ ഒരു എസ്സേയിൽ ഹൈലൈറ്റ്സ് ബ്യൂട്ടി ആൻഡ് ടെറർ ഓഫ് നേച്ചറിൻ്റെ സെയിം ടൈം ബ്യൂട്ടി ആൻഡ് ടെറർ ഓഫ് ദ നേച്ചറാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. ആൻഡ് സൺലൈറ്റ് റിട്ടേൺസ് ആഫ്റ്റർ കംപ്ലീറ്റ് ഡാർക്ക്നെസ്. ഈ സൺലൈറ്റ് കംപ്ലീറ്റ് ഡാർക്ക്നെസ്സിന് ശേഷം തിരിച്ച് പിന്നെയും വരുന്നതും പറയുന്നുണ്ട് ഇതിൽ. സോ നമ്മളുടെ ഈ ഒരു ടോട്ടൽ എക്ലിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എസ്സേ ഇത്രേ വരുന്നുള്ളൂ. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് ദിസ് ചാപ്റ്റർ, ലെറ്റ് മീ നോ ത്രൂ ദ കമൻറ്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.